ഹായ് ഫ്രണ്ട്സ്, ഒരു സ്വീറ്റ് ലവേഴ്സിനുള്ള റെസിപ്പി ആട്ടോ. ലഡുവിനോട് ഭയങ്കര ഇഷ്ടമുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കല്ലേ. ഇതിനായിട്ട് കാര്യമായിട്ട് വേണ്ടത് കടലപ്പൊടിയും പഞ്ചസാരയുമാണ്. അപ്പോൾ ഞാനിപ്പം ഒരു 1/2 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു 8 ലഡു ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരുപാടാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പ്. നിങ്ങളിപ്പം ഒരു കപ്പാണ് കടലപ്പൊടി എടുത്തതെന്ന് അതിനനുസരിച്ച് മാറ്റം വരുത്തട്ടോ. അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ദോശമാവിൻ്റെ പരുവത്തിന് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് വെള്ളം വേണ്ട, പറ്റ കട്ടിയും ആവണ്ട. അപ്പോൾ ഇതാ ഏകദേശം ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂഞ്ചി ഉണ്ടാക്കാം. അപ്പം ഇതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ട് ഇതുപോലത്തെ ഒരു ഓട്ടക്കോരി വേണം. ഇതിലാണ് നമ്മൾ പൂഞ്ചി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് കുറച്ച് ബാറ്റർ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണാം, നമുക്ക് ചെറുതായിട്ട് പൂഞ്ചീസ് റെഡിയായി വരും. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ഇത് ഒഴിക്കുമ്പം. എന്നിട്ട് ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കൂല കേട്ടോ, കുറച്ച് സമയം തന്നെ എടുക്കുള്ളൂ. പിന്നെ ഒരു ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കളറൊന്നും മാറ്റി കരിക്കാനൊന്നും വെക്കരുത്. ഈ ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള യെല്ലോ കളറിൽ തന്നെ ആകുമ്പോഴാണ് ആ ഒരു കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. കുറച്ച് ഹാർഡായിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഇതിനെ സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ ഇത് ഹാർഡായിട്ടാണ് ഉണ്ടാവുക. എന്നിട്ടിത് ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഒന്നും കൂടെ പറയണം, ഒരുപാട് ഫ്ലെയിം വെച്ചിട്ട് ഇത് കളറ് മാറ്റരുത്. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അപ്പം ഇതുപോലെ ബാക്കിയുള്ള ബാറ്റർ മുഴുവൻ ചെയ്തിട്ട് നമ്മൾ ഇതുപോലത്തെ പൂഞ്ചി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മളിത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന്ന് കുറച്ചെടുത്തൊന്ന് മിക്സിയിലിട്ടിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ലഡു വേണ്ടിയെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് പൊടിച്ചെടുക്കുക കേട്ടോ. ഞാൻ കുറച്ചെടുത്തിട്ടേ പൊടിച്ചെടുക്കുന്നുള്ളൂ, ആ ഒരു ഇട്ടുമ്പൊക്കെ എന്നുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളത് ഇവിടെ വീട്ടിലാർക്കും ഇഷ്ടമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പിനുള്ളത് നോക്കാം. ഇതിനായിട്ട് ഈ കടലപ്പൊടി എത്ര കടലപ്പൊടിയാണോ എടുത്തത് അതേ അളവിന് പഞ്ചസാര, അതായത് 1/2 കപ്പ് തന്നെ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ പഞ്ചസാര മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, കുറഞ്ഞും വേണ്ട. ഒന്ന് ജസ്റ്റ് പഞ്ചസാരയൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ച് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഏലക്ക പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണേ. ഇനി നമുക്കിത് ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം പറ്റ ലൂസായി പോവുകയും ചെയ്യരുത്, പറ്റ കട്ടിയാവും ചെയ്യരുത്. ആ ഒരു മീഡിയം ഇതിൽ ഒരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഷുഗർ സിറപ്പ് വേണ്ടത്. അപ്പോൾ പഞ്ചസാരൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞിട്ടും കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്നിങ്ങനെ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഒരു പശ പോലെ ആവുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ കാരമലൈസ്ഡ് ആ ഇതിലേക്ക് വരരുത്, കാരണം അപ്പോൾ ആകുമ്പോൾ ഭയങ്കര കട്ടിയായി പോവും, അതിന് നിൽക്കരുത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തൊട്ടുമ്പോൾ അങ്ങനെ കൈമിൽ ഇങ്ങനെ ഒട്ടി നിൽക്കും. അപ്പം നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ നമ്മുടെ പൂഞ്ചിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇത് ഈ ചൂടോടെ തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിൽ കിടന്നിട്ട് നന്നായി കുതിർന്ന് നല്ല തണുത്ത് വരുമ്പോൾ നമുക്കിത് ഷേപ്പാക്കി ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരേ അളവിൽ കടലപ്പൊടിയും പഞ്ചസാരയും ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൂടി പോകുന്നതെന്ന് വിചാരിക്കേണ്ട, അതൊന്ന് കുതിർന്നിട്ട് വരുമ്പോൾ ശരിയാവും. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വേണമെങ്കിൽ വറുത്തിട്ട് ഇടാം. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇനി ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് ഉരുട്ടി ഓരോ ബോൾസ് ആക്കി എടുക്കാം. അപ്പം ഇതിൽ ബാക്കിയുള്ള എല്ലാ പൂഞ്ചിയും വെച്ചിട്ട് നമ്മൾ 8 ലഡു ആട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കടലപ്പൊടിയൊക്കെ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ലഡു പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര സ്വീറ്റ് ലവേഴ്സ് ആണെങ്കിൽ വീട്ടിൽ തന്നെ ലഡു ഉണ്ടാക്കാൻ പറ്റും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ.